നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 5 ബേസിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെച്ചിങ് വീഡിയോസ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നത്? നമ്മുടെ ബോഡി നമ്മൾ സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ ഒരു യോഗ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന വേദന, ശരീരത്തിലെ വേദനകൾ കുറഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിട്ടും സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പം നമ്മുടെ ആ ശരീരത്തിൽ നമ്മളിപ്പം കാലിനാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗത്തുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഒരുപാട് കൂടും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പം നമ്മുടെ ബോഡിക്കകത്തുള്ള എനർജി ലെവലും ഒരുപാട് കൂടും. അപ്പം നമുക്ക് മൊത്തത്തിൽ അന്നത്തെ ദിവസം നല്ല ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കാനും നല്ല എനർജിയോട് കൂടെ നടക്കാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീല് നമുക്ക് തോന്നും എനർജിക്ക്. അപ്പോൾ അതാണ് നമ്മൾ ബോഡി എന്തായിട്ടും സ്ട്രെച്ച് ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം അധികം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ജസ്റ്റ് യോഗ മാറ്റിൽ കുറച്ച് പ്രാണായാമ ബ്രീതിങ് പ്രാക്ടീസസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ അത് മാത്രം മതി. അങ്ങനെ ചെയ്താലും നമുക്ക് അന്നത്തെ ദിവസം നല്ല എനർജി ലെവലിൽ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഈ വർക്കൗട്ട് ഈ 5 സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുക എന്നതുള്ളത് നമുക്ക് നോക്കാം. ലെഫ്റ്റ് കൈ ഇതേപോലെ നമ്മൾ മാറ്റിലേക്ക് വയ്ക്കാം. എന്നിട്ട് ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ ബെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യും. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. കുറച്ചധികം സ്ട്രെച്ച് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റ് കൈ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്യുക. നന്നായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വളയുമ്പോൾ നമുക്ക് നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബോഡി പോസ്റ്ററിൽ ഇരിക്കുക, നന്നായിട്ട് ബ്രീതിങ് ചെയ്യുക. ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റ് കൈ മാറ്റിൽ വയ്ക്കുക. ലെഫ്റ്റ് കൈ പതുക്കെ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്തണം. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇതേപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ 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 ബെൻഡ് ചെയ്ത് നമ്മൾ സ്ട്രെച്ച് നന്നായിട്ട് ഫീൽ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. നമ്മൾ ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് ഉയരാൻ പാടില്ല. കാലിങ്ങനെ ഉയരാണെങ്കിൽ അത് തെറ്റായ ബോഡി പോസ്ചറാണ്. നമുക്ക് കറക്റ്റ് സ്ട്രെച്ച് ഫീൽ ചെയ്യില്ല. പതുക്കെ നമ്മൾ കൈ റിലാക്സ് ചെയ്തിട്ട് ആദ്യം ഇരുന്ന പോലെ സുഖാസനത്തിൽ വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കുക. അടുത്തത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് കാല് സ്ട്രെച്ച് ഔട്ട് ചെയ്യാം. റൈറ്റ് കാല് നമ്മുടെ ലെഫ്റ്റ് കാലിൻ്റെ തൈസിനെടുത്ത് ചേർത്ത് വയ്ക്കാം. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാം. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം കൈ ഇതേപോലെ റൈസ് ചെയ്യുക. പതുക്കെ നമ്മൾ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾക്കിപ്പം ഇത്രയാണ് പറ്റുന്നതെങ്കിൽ കുഴപ്പമില്ല, അത്ര മതി. അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്നർ തൈസിൽ നമുക്ക് നല്ല ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് പോയിട്ട് കാലിൻ്റെ ടോസ് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല തന്നെയാണ്. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക കുറച്ചുകൂടെ ബെൻഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാലിൻ്റെ ആംഗിളിൽ പിടിക്കുക എന്നതാണ്. നമ്മളുടെ മൂക്കുകൊണ്ട് നമ്മൾ മുട്ടിനെ തൊടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വളരെ റിലാക്സ് ചെയ്തിട്ട് ശ്വാസം നന്നായിട്ട് ഇൻഹേൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എക്സേൽ ചെയ്യുക. റിലാക്സ് ചെയ്തിട്ട് ഫീൽ ചെയ്യുക സ്ട്രെച്ച്. എന്നിട്ട് പതുക്കെ നമ്മൾ ഇതേപോലെ ഇൻഹേൽ ചെയ്യുക, കൈ ഉയർത്തുക. ആദ്യം ഇരുന്ന അതേ പൊസിഷനിലേക്ക് വരാം. ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ റിലാക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് കാല് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കൈ രണ്ടും ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ നമ്മൾ മൂക്കുകൊണ്ട് മുട്ടിനെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആംഗിളിൽ പിടിക്കുക, റിലാക്സ് ചെയ്യുക, ബ്രീത് ചെയ്യുക. പതുക്കെ ഇൻഹേൽ ചെയ്തുകൊണ്ട് പഴയതുപോലെ പഴയ പൊസിഷനിൽ വരാം. ആൻഡ് ദെൻ പതുക്കെ റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് സ്ട്രെച്ചിങ് എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ 2 കാലും ഇതേപോലെ മാറ്റിലേക്ക് നീട്ടി വയ്ക്കുക.
എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ നട്ടൽ ഇതേപോലെ വളയാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം കൈ രണ്ടും ഉയർത്തുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഇതേപോലെ ഫോർവേഡ് ബെൻഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ കാലിൻ്റെ ടോസിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യുന്നവർ ഇതേപോലെ എത്രയാണോ പറ്റുന്ന അത്ര മുമ്പിലോട്ട് ബെൻഡ് ചെയ്യാം. കുറച്ചുകൂടെ നമ്മൾ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമ്മൾക്ക് ഇച്ചിരിയും കൂടെ നന്നായിട്ട് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാലിൻ്റെ ആംഗിളിൽ പിടിക്കുക എന്നതാണ്. അപ്പോൾ ആംഗിളിൽ പിടിച്ചിട്ട് നമ്മൾ മൂക്ക് കൊണ്ട് നമ്മൾ മുട്ടിനെ തൊടാനായിട്ട് ശ്രമിക്കണം. നന്നായിട്ട് സ്ട്രെച്ച് നമുക്കപ്പം ഫീൽ ചെയ്യും. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക, നന്നായിട്ട് റിലാക്സ് ചെയ്യുക. എന്നിട്ട് പതുക്കെ നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ നമ്മൾ കൈ രണ്ടും ഇതേപോലെ ഉയർത്തണം. എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പഴയ പൊസിഷനിൽ ഇരിക്കണം. നമുക്ക് നല്ല ബോഡി സ്ട്രെച്ചസ് ആണ് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്ത സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് കാല് നമ്മൾ ഇതേപോലെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാം. നമ്മൾ കൈ കൊണ്ട് നമ്മൾ കാലിൻ്റെ ടോസിനെ ഇതേപോലെ പിടിക്കുക. റൈറ്റ് കൈ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം കൈ ഉയർത്താം. പതുക്കെ നമ്മൾ നന്നായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സ്ട്രെച്ചാണ് ഇത്. നമുക്ക് നല്ല സ്ട്രെച്ച് നമുക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പതുക്കെ നമ്മൾ കൈ ഇതേപോലെ ഉയർത്താം. പഴയതുപോലെ പഴയ പൊസിഷനിൽ വീണ്ടും ഇരിക്കുക, റിലാക്സ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും പ്രാക്ടീസ് ചെയ്യണം. അതിന് നമ്മൾ റൈറ്റ് കാല് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കൈയിനെ കൊണ്ട് നമ്മൾ കാലിൻ്റെ ടോസിൽ പിടിക്കുക. ലെഫ്റ്റ് കൈ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്താം. പതുക്കെ ഇതേപോലെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാം. ശ്വാസം പിടിച്ചു വയ്ക്കരുത്. നല്ല രീതിയിൽ ബ്രീത്ത് ഇൻ ചെയ്യുക, അതേപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആൻഡ് ദെൻ റിലാക്സ് ചെയ്യുക. അടുത്ത സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ കാല് രണ്ടും ഇതേപോലെ വൈഡ് ആംഗിളിൽ ഓപ്പൺ ചെയ്യുക. നല്ല സ്ട്രെച്ച് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഇന്നർ തൈസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം തുടക്കക്കാർക്ക് കാല് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കാല് ഇത്ര ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് പതുക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ വൈഡ് ആംഗിളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. കൈ രണ്ടും കാലിൻ്റെ ടോസിനെ പിടിച്ചുകൊണ്ട് പതുക്കെ നമ്മൾ മുന്നോട്ട് ബെൻഡ് ചെയ്യുമ്പം നമ്മളുടെ മൂക്ക് കൊണ്ട് തറയിലൊന്ന് ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. തുടക്കക്കാർക്ക് പതുക്കെ ടച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കാലിൻ്റെ ഇന്നർ തൈസിൽ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. ആ പൊസിഷനിലൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കൈ രണ്ടും ചേർത്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. എന്നിട്ട് കാല് രണ്ടും ഇതേപോലെ അടുപ്പിച്ച് വയ്ക്കാം. നമ്മളൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. അതിനുശേഷം കാല് രണ്ടും പതുക്കെ നീട്ടിക്കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മസിൽസൊക്കെ ഒന്ന് ലൂസായി ഒന്ന് ഫ്രീ ആവുന്ന മാതിരി നമുക്കൊന്ന് ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോഡി ചെറിയ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെച്ച് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്തതിന് കൂടുതൽ തന്നെ നിങ്ങൾ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.